നിങ്ങളിപ്പോൾ ഡ്യൂട്ടിയിലാണെങ്കിൽ ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണരുത്, ഇപ്പോൾ സ്കിപ്പ് ചെയ്യുക, ഫ്രീ ആകുന്ന സമയത്ത് കാണുക. എന്നെ കുഞ്ഞാണ് കുവൈറ്റിൽ നിന്നും SPR കുവൈറ്റിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീഡിയോസിന് കമൻറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്നോ ഞാൻ പറയാറില്ല. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. വീഡിയോക്ക് ലൈക്കും ചെയ്യണം, വീഡിയോക്ക് കമൻറ്റും ചെയ്യണം. എന്നെ ഫോളോ ചെയ്യണം എന്ന് പോലും ഞാൻ ഒരു വീഡിയോസിൽ ഞാൻ പറയാറില്ല. ഇഷ്ടമുള്ളവർക്ക് എന്നെ ഫോളോ ചെയ്യാം. പറഞ്ഞു വരുന്നത്, നമ്മുടെ കേരളത്തിൻ്റെ നിലനിൽപ്പ്, അതായത് സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് ഗൾഫ് തന്നെയാണ്. പല ആൾക്കാരും പലതും പറയും, പക്ഷേ അതിൻ്റെ പച്ചയായ സത്യം, ഗൾഫ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തികം താണു പോകും. ശരിയല്ലേ? ഇതൊക്കെ ഇന്ന് പറയാൻ വേണ്ട കാരണം, ഒരു 3 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു കമ്പനിയിലേക്ക് പോയിരുന്നു. കമ്പനി ഏതാട്ട് ഞാൻ ആളുടെ പേരോ കമ്പനിയുടെ പേരോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ ഞാൻ മൊത്തം ഏകദേശം 25ഓളം സ്റ്റാഫ് ഉണ്ട് അവിടെ. കണ്ടത് മൊത്തം ഉത്തരേന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നുള്ളത്. ഞാനപ്പോൾ ആളോട് ചോദിച്ചു, അല്ല നീ എന്താ കേരളത്തിൽ നിന്ന് ആളെ കൊണ്ടുവരാതെ എന്തിനാണ് ഈ ഉത്തരേന്ത്യക്കാരെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആളെന്നോട് പറഞ്ഞു, കുഞ്ഞു അതിലൊരു കാര്യമുണ്ട്. വിശദമായിട്ട് എന്നോടത് വിശദീകരിച്ച് തന്നു. ഒരു സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അവിടെ ബിസിനസ് വേണം. ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. പിന്നെ പല കമ്പനിയിലും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു ഭാഗത്തെ പോകുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി എന്ത് പറഞ്ഞാലും, ഇപ്പോൾ ഒരു 10-20 വർഷം മുമ്പേ പറയുന്നുണ്ട്, ഇനി ഗൾഫിലോട്ട് ആരും പോകണ്ട, അവിടെ എല്ലാം തീർന്നു എന്നൊക്കെയുള്ള ഒരു ഡയലോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ. എന്നാലും നാട്ടിൽ നിന്ന് ഇപ്പോൾ ആൾക്കാർ വരുന്നില്ലേ, ജോലി ചെയ്യുന്നില്ലേ, ഒക്കെ ഉണ്ട്. പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറേയൊക്കെ നമ്മൾ സോൾവ് ചെയ്തു പോകും. അങ്ങനെയൊക്കെ അതൊരു ഭാഗത്തേക്ക് കൂടിയിട്ട് പോകും. പക്ഷെ ഈ സംഭവം എന്തെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ നാട്ടിൽ നിന്നും വരുന്ന പുതിയ യൂത്ത് പിള്ളേർ, ഇവർ വന്നു കഴിഞ്ഞെങ്കിൽ ഇവർ എന്താ പറയുക, 24 മണിക്കൂറും ഓൺലൈനിലാണ്, റീൽസിലാണ്. ഇൻസ്റ്റ ആയെങ്കിലും ടിക്ടോക്ക് ആയെങ്കിലും യൂട്യൂബ് റീൽസ് ആയെങ്കിലും ഫേസ്ബുക്ക് റീൽസ് ആയെങ്കിലും ഇതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ, ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം അവർ പിടിപ്പിക്കുക എന്നുള്ളത് ഒരു സെയിൽസ്മാൻ്റെ ഒരു കഴിവാണ്. ഇവർ മാക്സിമം പെട്ടെന്ന് ആ ഒരു കസ്റ്റമറിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും. കാരണം ഇവരേതെങ്കിലും റീൽസോ കാര്യങ്ങളൊക്കെ നോക്കി അത് പകുതിയാക്കി വെച്ചിട്ടുണ്ടാവും, ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥാപനത്തിൽ കച്ചവടം ഉണ്ടെങ്കിൽ, അവിടെ ബിസിനസ് ഉണ്ടെങ്കിൽ, ഇനി എന്ത് ബിസിനസ് ആയിക്കോട്ടെ, അവിടെ ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ശമ്പളം കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും പറ്റത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ മലയാളികളുടെ സ്ഥാപനങ്ങൾ ഗൾഫിൽ ഉണ്ടത് കൊണ്ടല്ലേ കൂടുതലും മലയാളികൾ ഗൾഫിലോട്ട് കയറി എന്നുള്ളത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, പുതുതായി വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, വന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾ ഡ്യൂട്ടി സമയത്ത് ആ ഒരു സ്ഥാപനത്തെ വിജയിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അത് വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഡ്രൈവർമാരായെങ്കിലും, ആ കമ്പനിയിൽ ഡ്രൈവറുണ്ട്. അപ്പോൾ ഡ്രൈവറെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇവിടുന്ന് വണ്ടി എടുത്ത് പോകും, റോഡ് സൈഡ് എവിടെയെങ്കിലും പാർക്കിങ്ങിലോ അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് നിർത്തിയിട്ട് 1 മണിക്കൂറും 1.5 മണിക്കൂറും റീൽസും കണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ സംഭവം. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു, മലയാളികളെ ഇനി വെക്കുന്നില്ല, ഇനി ഉത്തരേന്ത്യയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നില്ലേ, ഇപ്പോൾ അവർ ഇതൊന്നും കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? അല്ല, ഞാനൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. എന്താണ്? അർജൻറ്റ് കോള്, നാട്ടിൽ നിന്നുള്ള കോള് മാത്രം കമ്പനീൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുക, ആളെ പേര് പറയുക, അപ്പോൾ അവർ കണക്ട് ചെയ്ത് കൊടുക്കും, ഫോൺ കൊണ്ട് കൊടുക്കും. ഇതാ നിങ്ങൾ നാട്ടിൽ നിന്ന് അർജൻറ്റ് കോളിൽ സംസാരിക്കും എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ റീൽസ് നോക്കാനോ ഓൺലൈനിൽ കളിക്കാനോ ആ സമയത്തല്ല. ഡ്യൂട്ടി കഴിഞ്ഞോ, അവരുടെ ഇഷ്ടം, അവർക്ക് എന്ത് വേണാലും ചെയ്യാം. ഇപ്പോൾ കുവൈത്തിൻ്റെ സ്ഥിതി എന്ന് വെച്ചെങ്കിൽ, ഒരു വിസ എടുക്കണമെങ്കിൽ നല്ല ചിലവ് വരുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷം റുപ്യൻ്റെ മുകളിൽ ചിലവാകുന്നുണ്ട് ഒരു വിസ. അതായത് ഇവിടെ ഗവൺമെൻറ്റിലേക്ക് കെട്ടാനുള്ള അതിൻ്റെ മൊത്തം ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് 1.5 ലക്ഷം റുപ്യൻ്റെ മുകളിൽ തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. അത് ഇത്രയൊക്കെ മുതലിട്ടിട്ടാണ് ഒരാൾക്ക് വിസ എടുക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മലയാളികളാകുമ്പോൾ ഇവരൊക്കെ വന്ന് ഇവിടെ വന്നിട്ടായിട്ടാകുമ്പോൾ എന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പിന്നെ പല സംഘടനകളുമായി ഇടപെട്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെ കംപ്ലയിൻറ്റ് കൊടുത്ത് ഒക്കെ ആയിട്ടായിട്ട് അവരിടുന്ന് പോകാൻ വേണ്ടി ശ്രമിക്കും. ഒരു സ്ഥാപനം അതിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റൂ. അപ്പോൾ പുതുതായി വരുന്ന യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ ആ ഒരു കമ്പനിയുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് മാന്യമായി ജോലി ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് ലീവ് ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള സമയമുണ്ട്, ആ സമയത്ത് തന്നെ ഓൺലൈനോ എന്ത് വേണാലും നിങ്ങളുടെ ഇഷ്ടം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പൊളിഞ്ഞു പോകും, അവർക്ക് ബിസിനസ് ഉണ്ടാവില്ല. ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാനും ഒക്കെ പറ്റത്തുള്ളൂ.
ഇത് ഈ ഒരു സുഹൃത്തിന്റെ അനുഭവം മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഈ കുവൈത്തിലും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന അതിൻ്റെ ഓണർമാർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പം ഞാനിത് പറയുമ്പോൾ പല സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്നോട് ദേഷ്യം വന്നേക്കാം. അതിലൊരു കാര്യമില്ല. സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ അവിടെ ബിസിനസ് ഉണ്ടെങ്കിലും മാത്രമേ അത് വളരുകയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകും, ഇത് കൂട്ടിപ്പോകും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജോലി ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം ഗൾഫിലേക്ക് കയറി വരിക. ഇവിടെ ഇരുന്ന് വെറുതെ പൈസയൊന്നും ഒരിക്കലും കിട്ടത്തില്ല. ജോലി ചെയ്യണം. സത്യമാണ് ഞാൻ പറയുന്നത്. ഗൾഫ് ഇല്ലെങ്കിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഈ ഗൾഫ് ഇല്ലെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്തായി തീരുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും 1-2 ആൾക്കാർ ഗൾഫിലുണ്ടാവും. അപ്പൊ ഇപ്പൊ ഞാൻ ഈ സുഹൃത്ത് ഇപ്പൊ ചെയ്തല്ലോ, ആൾ ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു, മലയാളികൾ ആൾ വെക്കുന്നില്ല. കാരണം ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മലയാളികളെ എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ആളെന്നോട് ഈ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയെങ്കിൽ എന്തായിത്തീരും നമ്മളെ കേരളത്തിന്റെ അവസ്ഥ? ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.